நல்லா இருக்கு. ரொம்ப ஆயிலியா இல்ல, நல்லா இருக்கு. എനിക്ക് നാം ബാംഗ്ലൂരിൽ നിന്നാണ്. സോ ഞങ്ങൾക്ക് ഈ നാട്ടിലത്തെ ഈ പലഹാരങ്ങൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അത് വെളിച്ചെണ്ണയിൽ എന്നിട്ട് ഗുഡ് ക്വാളിറ്റിയിൽ എന്നിട്ട് റീറ്റെയിനിങ് ദ ഒത്തൻറ്റിക് കേരള ടേസ്റ്റ് ഭയങ്കര ഡിഫിക്കൽട്ടാണ് ഞങ്ങൾക്ക് കിട്ടാൻ. സോ ഞാൻ ഈ സ്ഥലം ഡിസ്കവർ ചെയ്തപ്പോൾ തൊട്ട് ഞാൻ ഇവിടെ തന്നെയാണ് മേടിക്കുന്നത്. ബിക്കോസ് എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ലൈക്ക് വെളിച്ചെണ്ണ വറുത്ത ഐറ്റംസ് ആൻഡ് പ്യോറിറ്റി ദ ക്വാളിറ്റി വളരെ ലൈക്ക് മെയിൻറ്റെയിൻ ചെയ്യുന്നു ആൻഡ് റീസണബിൾ പ്രൈസ്. ആ എല്ലാ കാരണം കൊണ്ട് ആൻഡ് വെരി ഇൻസ്പയറിംഗ് ടു സീ എ ലേഡി ഓൺടർപ്രണർ ഹു ഹസ് കം ഇൻ ദിസ് ബിസിനസ് വിത്ത് സച്ച് എ ഹംബിൾ ചിപ്സ് and you made it such a big business. Thank you. So it's like a heartfelt thanks to you for giving us such good snacks and being such an inspiration and a powerful woman. So our കാര്യത്തിൽ like congratulations to you. എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ തൃശ്ശൂരാണ്, തൃശ്ശൂർ അശ്വതി ഹോട്ട് ചിപ്സിലാണ്. അതെന്തൊക്കെയാണ് ഓണത്തിനോടനുബന്ധിച്ച് ഇവിടെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത്, അതിൻ്റെ എല്ലാ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചറിയാം. നേരെ വീഡിയോയിലേക്ക് പോകാം. നമസ്കാരം, എല്ലാവർക്കും ഓണാശംസകൾ. നമ്മൾ ഓണത്തിനോടനുബന്ധിച്ച് ഇതുപോലെ ഒരുപാട് കോംബോ ബോക്സുകൾ ഒരുപാട് ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് വലിയ മോഡലാണിത്. അതിൻ്റെ ചെറിയ ഐറ്റംസ് ആണ്. ഇതെല്ലാം ചെയ്യാൻ ഇത് നമ്മുടെ ബ്രാൻഡും അതുപോലെ തന്നെ ഒരു കസ്റ്റമൈസ് ചെയ്തിട്ട് സ്റ്റാഫുകൾക്ക് കൊടുക്കുന്ന അവരുടെ ബ്രാൻഡ് ഇവിടെ ഒട്ടിച്ചുകൊണ്ടാണ് നമ്മൾ ഈ പ്രൊഡക്റ്റ് കൊടുക്കാറ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഇങ്ങനെ ബോക്സുകൾ എക്സ്പോർട്ട് ചെയ്യുന്ന മോഡലുകളാണ്. ഇതുപോലെയുള്ള ബോക്സുകളാണ് കായ വറുത്തത് ഉരുക്കിൻ്റെ, അതുപോലെ തന്നെ നാലുപ്പേരി, അതുപോലെ ഇത് ശർക്കര വരട്ടി പനഞ്ചക്കര ഉപയോഗിച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ തന്നെ ഒരു കോംബോ മോഡലാണ് ഇത്, ഈ ബട്ടൺ മോഡലൊക്കെ ആയിട്ട്. ഇതെല്ലാം തന്നെ നമ്മൾ ഓൺലൈൻ മാർക്കറ്റുകളും അതുപോലെ എക്സ്പോർട്ട് ചെയ്യുന്നതിനും ഇവിടെ വരുന്ന കസ്റ്റമേഴ്സിനും കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതെല്ലാം തയ്യാറാക്കി. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഓണത്തിന് സ്പെഷ്യൽ ചെയ്തിട്ടുള്ളത്. പിന്നെ അച്ചപ്പം, ഉണ്ണിയപ്പം, അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും നമ്മൾ ആട്ടിയ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രാവശ്യം ഉണ്ടാക്കിയ സാധാരണ ബെല്ലം കൊണ്ട് ഉണ്ടാക്കുന്നതിന് പനഞ്ചക്കര ഉപയോഗിച്ചിട്ടാണ് നമ്മളുടെ ശർക്കര ഉപ്പേരി ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം ആട്ടിയ വെളിച്ചെണ്ണയിലാണ് കായ വറുത്തത്, നാടൻ കായാണ്. ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ പ്രത്യേകത. ഇപ്പോൾ ഈ വലിയ ബോക്സിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടാവുക? നമ്മൾ വലിയതിൽ നമ്മൾ എന്തായാലും 1 കിലോ കായ വറുത്തത് ഉണ്ടാവും, 3/4 കിലോനോളം ശർക്കര ഉപ്പേരി, അതുപോലെ 1/2 കിലോ നാലുപ്പേരി, പിന്നെ കുറച്ച് അരി ഉപയോഗിച്ച് ഷുഗർ ഉള്ളവർ കഴിക്കാൻ പറ്റുന്ന ഒരു അലുവ 1/2 കിലോ, അങ്ങനെയുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതുപോലെ അരിമുറുക്ക്, ഒരു ബട്ടർ കട്ട്സ്, അങ്ങനെയായിട്ടാണ് ഈ ബോക്സ് വരുന്നത്. ഇപ്പോൾ ഈ പാക്കറ്റ് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റുമോ? ഓരോരുത്തർക്ക് ഇന്ന ഐറ്റം വേണം, അവരെന്താണോ ചോദിക്കുന്നത് അതിനനുസരിച്ച് അവരുടെ ബഡ്ജറ്റിനനുസരിച്ച് നമുക്ക് ചെയ്തു കൊടുക്കും. പിന്നെ അതിന്റെ ചെറിയ സൈസ് എന്ന് പറയുമ്പോൾ നാലുപ്പേരിയും ശർക്കരയും അതുപോലെ തന്നെ കായ വറുത്തതും 3ഉം കൂടിയിട്ടാണ് ഇത് കൊടുക്കുക. ഒരു ഏകദേശം ഒരു കസ്റ്റമർക്ക്, ഒരു സ്റ്റാഫുകൾക്കോ അല്ലെങ്കിൽ ഫ്രണ്ട്സിനൊക്കെ ഇത് ഭംഗിയായിട്ട് അവരുടെ അഡ്രസ്സ് തന്നാൽ മാത്രം മതി. നമ്മൾ ലോകത്തിന്റെ അറ്റത്തേക്ക് എവിടെ വേണമെങ്കിലും നമ്മൾ എത്തിച്ചു കൊടുക്കും, ഡെലിവറി എത്തിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് ചെറിയ ഗിഫ്റ്റ് ബോക്സുകളായിട്ടില്ലേ? അതെ. അതിലിപ്പോ ഏത് കമ്പനികളോ ഫംഗ്ഷൻ ആണെങ്കിൽ അവരുടെ പേരും ഇതൊക്കെ സ്റ്റിക്കറുകൾ എല്ലാം ചെയ്തിട്ടാണ് കൊടുക്കുന്നത്. മാക്സിമം ഈ മോഡലിൽ നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. ഇതൊരു ചെറിയൊരു കമ്പനിക്ക് വേണ്ടി, ഒരു സ്വർണ്ണക്കടയ്ക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇവർക്ക് ഒരു 10,000-2,500 ബോക്സോളം വേണം. ഇത് നമ്മളുടെ കായ വറുത്തതിന്റെ സെക്ഷനാണ്. അതുപോലെ നമ്മൾ പുളിവിറകിലൊക്കെ വേവിക്കുന്ന മോഡലിൽ തന്നെയാണ് ഈ അടുപ്പിന്റെ പ്രത്യേകത. അത്രയും നല്ല ഹീറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ആട്ടിയ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് ഈ പ്രൊഡക്റ്റ്. നമുക്ക് കസ്റ്റമേഴ്സ് വരുമ്പോൾ നമുക്ക് കാണുന്ന രീതിയിലും അതുപോലെ അത് ടേസ്റ്റ് ചെയ്ത് വാങ്ങുന്ന മോഡലിലാണ് നമ്മളുടെ പ്രൊഡക്റ്റുകൾ വരുന്നത്. അത് മെയിനായിട്ട് ഈ കായ ചൂടോടെ കിട്ടുമോ? ചൂടോടെ എപ്പോഴും കിട്ടും. കാലത്തൊട്ട് വൈകുന്നേരം വരെ ഇത് ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇത് നമ്മുടെ ഉണ്ണിയപ്പത്തിൻ്റെ സെക്ഷനാണ്. ഇതുപോലെ തന്നെ നമ്മൾ കാലത്തൊട്ട് വൈകുന്നേരം വരെ നല്ല ആട്ടിയ വെളിച്ചെണ്ണയിലും അതുപോലെ തന്നെ ഗോതമ്പ് കൊണ്ടും അതുപോലെ പനഞ്ചക്കര ഉപയോഗിച്ചിട്ടാണ് നമ്മുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത്. ഈ ഉണ്ണിയപ്പത്തിന് ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മൾ ചെറുതായിട്ട് തുടങ്ങിയതാണ്. ഇപ്പം നല്ല രീതിയിൽ കാലത്തൊട്ട് വൈകുന്നേരം വരെ ഉണ്ടാക്കാനുള്ള ഓർഡറുകൾ വരുന്നുണ്ട്. പനഞ്ചക്കര ആയതുകൊണ്ട് ഷുഗറുള്ളവർക്ക് വരെ കഴിക്കാം. ടേസ്റ്റും നല്ല ഡിഫറൻസ് ആയിരിക്കും. പിന്നെ ഗോതമ്പ് ഉപയോഗിക്കുന്നതല്ലേ? ഇത് നമ്മുടെ അച്ചപ്പത്തിൻ്റെ സെക്ഷനാണ്. ഇതിലിപ്പോൾ ഇതുപോലെ തന്നെ കാലത്തോട്ട് വൈകുന്നേരം വരെ ഇതുപോലെ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കും. ഇതും നല്ല ആട്ടിയ വെളിച്ചെണ്ണയിലും അതുപോലെ സമാസമ നാളികേരപ്പാലും അതുപോലെ തന്നെ നല്ല വീട്ടിലൊക്കെ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റിലാണ് നമ്മുടെ പ്രൊഡക്റ്റുകളെല്ലാം ഉണ്ടാക്കി വരുന്നത്. മാഡം, ഇനി അത് കൂടാതെ ഇവിടെ എന്തൊക്കെ പലഹാരങ്ങളൊക്കെയാണ് ഇവിടെ ഉണ്ടാക്കുന്നത്? ഇപ്പോൾ ഓർഡർ പ്രകാരമൊക്കെ ആയിട്ടുള്ള? അതെ, നമ്മളിപ്പോൾ അച്ചപ്പം, കുഴലപ്പം, അതുപോലെ തന്നെ അയിനാസ്,
അതുപോലെ നെയ്യപ്പം, അത് ബട്ടർ കട്ട്സ്, സ്വീറ്റ്സ് ഒക്കെ ഉണ്ടാക്കുന്ന, അതുപോലെ തന്നെ ലഡു, ജിലേബി, അങ്ങനെ അലുവ, അങ്ങനെയുള്ള എല്ലാ പ്രൊഡക്റ്റുകളും നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെയാണ്. ഒരുപാട് ഐറ്റംസ് നമ്മൾ കളേഴ്സ് ഒന്നും ഉപയോഗിക്കാതെ തന്നെ നല്ല ഹെൽത്തി ആയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റുകളെല്ലാം ഉണ്ടാക്കുന്നത്. അതുപോലെ പലഹാരങ്ങൾ, കല്യാണം കഴിഞ്ഞ് പിറ്റേ ദിവസം കൊണ്ടുപോയി കൊടുക്കുന്നത്, അതുപോലെ പേറ്റ് പലഹാരങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പ്രീ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ട് ആ ഫോട്ടോസൊക്കെ തരുമ്പോൾ നമ്മളുടെ ഈ വലിയ ബോക്സുകളിൽ അവരുടെ ഫോട്ടോസൊക്കെ ഒട്ടിച്ചിട്ട് നമ്മൾ എത്തിച്ചു കൊടുക്കും. അതുപോലെ തന്നെ ഇപ്പോൾ ചിലർക്കൊന്നും കൊണ്ടുപോയി എത്തിക്കാൻ പറ്റില്ല, അപ്പോൾ അവരുടെ അഡ്രസ്സുകൾ തന്നാൽ നമ്മൾ തന്നെ എത്തിച്ചു കൊടുക്കും. അതായത് ബന്ധുക്കളുടെ വീട്ടിൽ നമ്മൾ എത്തിച്ചു കൊടുക്കും. എങ്ങനെ വേണമെങ്കിലും നമുക്കിപ്പോൾ അവരുടെ എന്താണോ ഐഡിയ, പോസ്റ്റലായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ നേരിട്ട് ഇവിടെ തൃശ്ശൂരാണെങ്കിൽ നമ്മൾ നേരിട്ട് എത്തിച്ചു കൊടുക്കും. അങ്ങനെ കസ്റ്റമർക്ക് എങ്ങനെയാണോ അവർക്ക് ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ചെയ്തു കൊടുക്കും. ഇപ്പോൾ ഓണത്തിന് ഒരുപാട് ഓർഡറുകൾ വന്നിട്ടുണ്ട്. അതായത് സിനിമാ നടന്മാരുടെ ഓർഡറുണ്ട്, നമ്മുടെ പ്രൈം മിനിസ്റ്റർ ഓർഡറുണ്ട്, സുരേഷ് ഗോപി സാറിൻ്റെ ഓർഡറുണ്ട്. ഇങ്ങനെയുള്ള എല്ലാവരുടെ ഓർഡറുകളും കുറേ ആൾക്കാരും നമുക്ക് തരും. രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെയൊക്കെ ആയിട്ട് അവരുടെ പേരിൽ ഒട്ടിച്ച് ഓണാശംസകൾ എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കും. അങ്ങനെ എന്തൊക്കെ മോഡൽ ചെയ്യാൻ പറ്റുമോ, വലിയ വലിയ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ സമ്മേളനത്തിനോടനുബന്ധിച്ചുള്ള ഒരു കസ്റ്റമർ എങ്ങനെയാണോ ആഗ്രഹിക്കുന്നത് അതുപോലെ ചെയ്തു കൊടുക്കും. നമ്മുടെ കടകളിലൊക്കെ വരുമ്പോൾ നമുക്ക് ലൈവായിട്ട് ഷോപ്പുകളിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് കാണാനും അതുപോലെ ടേസ്റ്റ് ചെയ്തിട്ട് വാങ്ങാനും. ഇപ്പോൾ ഒരു വീട്ടിൽ 2 ആളാണെങ്കിൽ 2 മുറുക്ക് മതി എന്നുണ്ടെങ്കിൽ അതുവരെ നമ്മൾ കൊടുക്കും. 2 ടണ്ണായാലും കൊടുക്കും, അത് വേറെ വിഷയം. പക്ഷെ അതിനേക്കാൾ ഉപരി നമ്മൾ കസ്റ്റമർക്ക് എന്താണ് ആവശ്യം അതിനനുസരിച്ച് നമ്മൾ ചെയ്യും. അപ്പോൾ നമ്മളെ വീഡിയോസ് വേണ്ടിയപ്പോൾ ചെയ്യണം. അപ്പോൾ തൃശ്ശൂർ വരുന്ന ആളുകൾ അശ്വതി ഹോട്ട് ചിപ്സിൽ വരിക, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പലഹാരങ്ങൾ വാങ്ങിച്ചിട്ട് കഴിച്ചു നോക്കി നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളും കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഇടുന്നുണ്ട്. അപ്പോൾ വീഡിയോസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.